മഹാനായ ഈസ അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഹക്കമൻ ആദില, ഇവിടെ നീതിമാനായ നേതാവായി ഭരണം നടത്താൻ വേണ്ടി ദൂതനായിട്ടല്ല, നബിയായിട്ടല്ല, നമ്മുടെ നബിയായ മുഹമ്മദ് നബി കൊണ്ടുവന്നതായ മതത്തെ, ആ മതം ജനങ്ങൾ നടപ്പാക്കാത്ത കാലഘട്ടമാകുന്ന അവസാന കാലഘട്ടത്തിൽ ഈസ നബി അലൈഹി സ്വലാം 4-ാം ആകാശത്തിൽ നിന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ശേഷം ഇവിടെ നീതിമാനായ നേതാവായി ഭരിക്കും. ആ ഭരിക്കുന്ന സന്ദർഭത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ റസൂൽ എണ്ണുകയാണ് ഫലയക്സിറന്ന സലീബ്, അദ്ദേഹം സലീബിനെ തകർത്തും. അത് സലീബ് എന്ന് പറഞ്ഞാൽ കുരിശിനെ തകർത്തും. ഒലയക്തുലന്നൽ ഖൻസീർ, അദ്ദേഹം പന്നികളെ വധിക്കുകയും ചെയ്യും. ഒലയളഅന്നൽ ജിസിയ എന്ന് പറഞ്ഞാൽ ചുങ്കം കൊടുക്കുക, ഗവൺമെൻറ്റിന് കൊടുക്കുന്നതായ അത് വേണ്ട, ക്യാൻസലാക്കുകയും ചെയ്യും. ഒല തുതുറക്കന്നൽ ഖലാസ്, ജനങ്ങൾ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒട്ടകമാകുന്ന ഒട്ടകത്തിൽ യുവതികളായ, അതാണ് ഖലാസ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഏറ്റവും നല്ല സമ്പത്ത് വരേക്കും അന്ന് ഉപേക്ഷിക്കുന്ന കാലഘട്ടമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വിഷയമാകുന്ന ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ അസൂയ ഉണ്ടാകുന്നതല്ല, ആരോടും അസൂയ കാട്ടുന്നതല്ല. എല്ലാവർക്കും വേണ്ടത്രയുണ്ട്, എല്ലാവർക്കും ആവശ്യമുള്ളതുണ്ട്, എല്ലാവരും അങ്ങുമിങ്ങും സഹോദര ബന്ധത്തിൽ ജീവിക്കുന്നവരായിരിക്കും, എല്ലാവരും എല്ലാവരെയും അങ്ങുമിങ്ങും സ്നേഹിക്കുന്നവരായിരിക്കും. അങ്ങനെ നല്ല ചുറ്റുപാട് വേറെ ഹദീസുകളിൽ കാണുന്നു. മരിച്ചവരൊക്കെ ആഗ്രഹിച്ചു പോകുമെന്ന് ജീവിച്ചു കിട്ടിയ അത്രക്കേടില്ല. ആ കാലഘട്ടത്തിൽ അത്രയും സുന്ദരമായ ജീവിതമായിരിക്കും മഹാനായ ഈസ നബി അലൈഹി സ്വലാം ഭരണം നടത്തുന്നതായ കാലഘട്ടം അവസാനം. അതുപോലെ തന്നെ ജനങ്ങൾ സമ്പത്തിനെ ഉപേക്ഷിക്കുന്നതാണ്. ഫലാ യഖ്ബലുഹു അഹദ്, ആർക്കും അന്ന് സമ്പത്ത് കൊടുത്താൽ വാങ്ങൂല, ആർക്കും വേണ്ട. അങ്ങനെയുള്ള കാലഘട്ടം അവസാന കാലഘട്ടത്തിൽ വരികയാണ്. ആ വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ ഇല്ലാതെയാകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് നമ്മുടെ വിഷയമാകുന്ന അസൂയ. അപ്പോൾ നല്ല കാലഘട്ടം ലോകത്തിലുണ്ടാവാൻ അനിവാര്യമായ ഒരു ഭാഗമാണ് എന്ത്? പരസ്പരം അസൂയില്ലാതിരിക്കുക, അസൂയ വെക്കാതിരിക്കുക എന്ന് ആ ഹദീസ് നമുക്ക് പാഠം പഠിപ്പിക്കുന്നു. ഇത് വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞത്.